AICC ചുമതലയൊഴിഞ്ഞ KC വേണുഗോപാൽ കേരളത്തിലേക്ക്. ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഴിച്ചുപണി. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെ KC വേണുഗോപാൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പദവി ഒഴിഞ്ഞ് സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന റിപ്പോർട്ടുകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് സൂചന. പാർട്ടിയിലെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആസ്ഥാനത്ത് ഊർജിതമായ ചർച്ചകളാണ് നടക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ലക്ഷ്യമിട്ട് KC വേണുഗോപാൽ കൂടിയെത്തുന്നത്. സംസ്ഥാനത്ത് നിരവധി നേതാക്കൾ പാർട്ടിക്ക് ഇപ്പോഴുണ്ടെന്ന് പറയുമ്പോഴും UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനും കണ്ണുണ്ടെന്നാണ് കോൺഗ്രസ് അകത്തളങ്ങളിലെ വർത്തമാനം. കൂടാതെ കേരളത്തിലെ പാർട്ടി പുനഃസംഘടനയിൽ KC വേണുഗോപാൽ പക്ഷം പിടിമുറുക്കുകയും ചെയ്തിരുന്നു. ബീഹാറിൽ നവംബർ 14-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ കോൺഗ്രസും RJDയും അടങ്ങുന്ന മഹാസഖ്യം വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ബീഹാറിൽ തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ക്ഷീണമാണ്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള ദേശീയ നേതാക്കളാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കിയത്. കോൺഗ്രസ് ദേശീയ നേതൃനിരയിലേക്ക് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കൂടുതൽ കരുത്തോടെ മടങ്ങി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ബീഹാറിൽ സഖ്യ ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ പ്രശ്നപരിഹാരനായി എത്തിയതും ഗെഹ്ലോട്ടാണ്. KC വേണുഗോപാൽ ഒഴിഞ്ഞാൽ കോൺഗ്രസ് സംഘടന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് വരെ അശോക് ഗെഹ്ലോട്ട് പരിഗണിക്കപ്പെട്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഞാൻ കേരളത്തിൽ സജീവമായി ഉണ്ടാകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയാണെന്ന് കഴിഞ്ഞ ദിവസം വേണുഗോപാൽ പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ജനങ്ങൾ വിജയിപ്പിച്ച MP-യാണ് ഞാൻ. കേരളത്തിൽ ഞാൻ സജീവമായി ഉണ്ടാകും. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെയും UDFനെയും വിജയിപ്പിക്കാൻ വേണ്ടിയാണ് സജീവമാകുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞിരുന്നു.